അസ്സലാമു അലൈക്കും. എടാ ഒരു സിമ്പിളായിട്ടുള്ള ഗ്രാമർ പറഞ്ഞുതരാം. പക്ഷെ അത് പഠിക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് 2-3 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. നമുക്ക് ഈ ഗ്രാമർ നമുക്ക് നമ്മൾ ആദ്യം അതിൻ്റെ വാക്കുകളൊന്ന് പഠിക്കാം. അന്ന്, ലെന്ന്, കൈ, ഇതൻ. ഇത് ഒറ്റ വാക്കിൽ പഠിക്കാൻ സാർ ഒരു വാക്ക് പറഞ്ഞുതരാം. നമ്മൾ പല കൈതകളെ കുറിച്ച് കേൾക്കലുണ്ട്. ഒരു കൈതൻ്റെ പേരാണ് അല്ലൻ കൈത. ആൻ ലെൻ കൈ ഇതൻ. അല്ലൻ കൈത എപ്പോഴും എന്താണെന്ന് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് എപ്പോഴും ഫത്തഹ ആണെന്ന് പഠിച്ചാൽ മതി. ഒന്ന് വേഗം കിട്ടും. അല്ലെങ്കിൽ ഇത് എപ്പോഴും ഫത്തഹ ആയിരിക്കും, വേറെ ഒന്നും വരില്ല എന്നുള്ള. എന്ന് വെച്ചാൽ നമുക്കൊന്ന് എഴുതി വെക്കാം. അന്ന്, ലെന്ന്, കൈ, ഇതൻ. ഓക്കെ, ഇതിന് പ്രത്യേകം എന്താണ്? ഇത് മുലാരി ആയിട്ടുള്ള ഫ്ലോയിലിൻ്റെ കൂടെ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മുലാരി വന്നു. എന്താണെന്നറിയോ? അൻ, അൻ, യജിലി. അന്ന് വന്നാൽ അതിന് ശേഷം വരുന്ന മുലാരിയായ വാക്ക് നമ്മൾ നസ്ബ് ചെയ്യണം. നസ്ബ് എന്ന് വെച്ചാൽ അതിന് ഫത്തഹ് നിർബന്ധമായിട്ടും കൊടുക്കണം. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അല്ലൻ കൈത വന്നാൽ അതിന് ശേഷം വരുന്ന മുലാരിയായ ഫ്ലോയിൽ നമ്മൾ എന്ത് കൊടുക്കാൻ പാടുള്ളൂ? ഫത്തഹ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്ന് വന്നാൽ യജിലിസ എന്ന് വരണം. ലൻ യക്തുബു എന്ന് ഞാൻ എഴുതുന്നതിന് പകരം എന്ത് ചെയ്യണം? ലൻ യക്തുബ എന്ന് എഴുതണം. യുസാഇദ ഇസാഇദു എന്ന് എഴുതുന്നതിന് പകരം യുസാഇദു എന്ന് പറയുന്നതാണ്. കൈ വന്നുകൊണ്ട് യുസാഇദ എന്ന് എഴുതണം. അതേപോലെ തന്നെ ഫത്തഹ യഫ്തഹു എന്ന് എഴുതുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യണം? ഇതൻ യഫ്തഹ എന്ന് എഴുതണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ അല്ലൻ കൈ ഇതൻ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു മുലാരിയായിട്ട് ഫോയിലിൻ്റെ കൂടെ വന്നാൽ ആ ഫോയിലിന് എന്ത് ചെയ്യണം? നമ്മൾ നസ്ബ് ചെയ്യണമെന്ന് വെച്ചാൽ അവസാന നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഫത്തഹ ആവണം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റൻ നോക്കാം. നമുക്ക് ഇവിടെ അന്ന് വന്നു. അപ്പോൾ യജിത്തഹിദു എന്ന് പകരം എന്ത് ചെയ്യണം? യജിത്തഹിദ എന്നാണ് അല്ലേ? യജിത്തഹിദ എന്നാവണം. ഓക്കെ, ഇനിയോ ഇവിടെ വീണ്ടും അൻ വന്നു. അപ്പോൾ എത്തുറുക്ക എന്നുള്ള എന്താവണം? എത്തുറുക്കു എന്നുള്ള എന്താവണം? എത്തുറുക്ക എന്നാവണം. എത്തുറുക്ക എന്നാവണം. ഓക്കെ, ഇനിയോ കൈ. കൈ എന്നുള്ളത് പറയുന്നത് എത്തഹക്കു എന്നുള്ള എന്താവണം? എത്തഹക്ക എത്തഹക്ക എന്നാവണം കേട്ടോ. ഇത് ക്വസ്റ്റ്യന് ഈ സംഭവം ഈ ടെക്നിക്ക് അറിയാത്തവർക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ ഭയങ്കര ടഫായി ഫീൽ ചെയ്യും. ക്വസ്റ്റ്യൻ മനസ്സിലായാലോ അത് ഇത്ര ഉള്ളൂ എന്ന് വിചാരിക്കണം. ഒന്നും പുതിയ എഴുതി ഉണ്ടാക്കാനില്ല, അതന്നെ എടുത്ത് എഴുതിയാൽ മതി. ആകെ ഒരു ഫത്ത് ഇടാനുള്ളൂ. ഓക്കെ, ക്ലിയർ ആയാലോ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനിയും കുറേ കാര്യം നിങ്ങൾ അറിയാനുണ്ട്. എജുപോർട്ടിൻ്റെ ലൈവ് ക്ലാസ്സിലേക്ക് വരിക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള മുഴുവൻ കാര്യവും അരിച്ച് പറക്കി ഇതേപോലെ സിമ്പിളായി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിനെ കൂട്ടി വളരെ നേരത്തെ എത്തുക. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.